ഞാൻ വിചാരിച്ച പോലെ തന്നെ ആയി. കെട്ട് കഴിഞ്ഞാണ് മാല ഇടേണ്ടത്, അല്ലാതെ കെട്ടാൻ വരുമ്പോഴല്ല. എടേ കുമാര, നിന്റെ മോളുടെ കല്യാണം നടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പേ എന്റെ മോളുടെ കല്യാണം നടക്കണമെന്ന് ഈ വാശി ഉണ്ടായിരുന്നു. അത് നടന്നോടെ? നടന്നില്ലടേ. 1 മണിക്കൂറിന് മുമ്പ് അവർ അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയ ശേഷമാണ് രജിസ്റ്റർ ഒപ്പിടാൻ ഇങ്ങോട്ട് വന്നത്. മാറിയില്ലേ? തൊട്ട 7 ആറ്റി കുളിക്കണം. ഞാൻ 1 മിനിറ്റ് ഇപ്പൊ വരാം. ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് എന്താ ഇവനെ കൊണ്ട് കെട്ടിയെടുത്തത്? അയാൾ വരണോന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞ നീ കൊണ്ടുവരൂ. എനിക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷയിൽ നേരത്തെ സംഗതി. കൺഗ്രാചുലേഷൻ. ഇതാ പറഞ്ഞു തുക. ഇനി പന്ത് എന്റെ കയ്യിലാണ്. എനിക്ക് ആ പ്രഭാര പ്രഭു നടത്തിയിരണം. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയണം, മാട്ടുപ്പെട്ടി ചന്തയിലെ വെറും കൂലിയെ നിന്നെ കുറിച്ചും നിന്റെ കുടുംബമെ കുറിച്ചും. ഇപ്പൊ തന്നെ വേണം. അതാണ് എന്റെ പ്രതികാരം. ഇപ്പൊ തന്നെ. അയ്യോ, മണ്ടത്തരം കാണിക്കരുത്. ഇപ്പൊ പ്രതികാരം ചെയ്ത ഏക്കത്തില്ല. ആ പെണ്ണിന് ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല. ഈ കാര്യം ഇപ്പൊ തന്നെ അറിയിച്ച എന്നെ അടിച്ചോടിച്ച് പെണ്ണിനെ മറ്റൊരുത്തനെ കെട്ടിച്ചു കൊടുക്കും. പിന്നെ എന്തോന്ന് പ്രതികാരം? അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും? കാത്തിരിക്കണം. കാത്തിരിക്കുക. ആ പെണ്ണിന് നീ തെളിച്ചു പറ. പെണ്ണ് കുറച്ച് പുളിയും മാങ്ങും തിന്നുന്നത് വരെ. എങ്ങനെ? കൊച്ചലാപ്പി ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി. ഞാൻ പറയാം. ഇവൻ പറഞ്ഞതിന് കാര്യണ്ട്. പെണ്ണ് ഗർഭിണി ആയ പിന്നെ ജീവിതകാലം മുഴുവൻ ഈ കൂലിയുടെ കൂടെ പുറത്തോളും. നിങ്ങൾക്ക് പ്രതികാരമായി പെണ്ണിന്റെ ശാപേക്കത്തുമില്ല. ഓക്കെ ഓക്കെ, സമ്മതിച്ചില്ല. ഓൾ ദി ബെസ്റ്റ്. ഇടപാടുകളൊക്കെ തീർന്നല്ലേ? ഇനി ചെറുക്കനെയും പെണ്ണിനെയും കൊണ്ട് വേഗം പുറപ്പെടാൻ നോക്കുണ്ടി കിട്ടാ. എങ്ങോട്ട്? ചെറുക്കന്റെ വീട്ടിലോട്ട്. അതല്ലേ നാട്ടു നടപ്പ്. അയ്യോ, അത് നടക്കുവോ? നടക്കണ്ട, കാറി പോയാ മതി. വാ വാ, നീ വാടേ മണ്ണുണ്ണി. അച്ഛാ, ഇന്ന് തന്നെ പോണോ? കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ? അതൊന്നും സാരമില്ലടേ. നിന്റെ അച്ഛൻ ഈ ബന്ധം അംഗീകരിക്കും. ഇതിപ്പോ ഒരു സന്ദർഭം വേറെ ഇല്ലടേ. കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ കൈയും പിടിച്ച് വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ തന്തയ്ക്ക് പറഞ്ഞ തന്തമാർക്കൊന്നും ആട്ടി പുറത്താക്കാൻ കഴിയില്ലടേ. അല്ല, നിങ്ങള് കയറി ഒന്ന് ലോഹ്യമായി കഴിയുമ്പം ഞാൻ എത്തിക്കൊള്ളാം. മോളെ, നീ ആ വീട്ടിൽ ചെന്ന് കയറുമ്പം ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒന്നും വിട്ടുകൊടുക്കരുത്. എടി, അവിടെ കിടന്ന് ക്വാന അടിക്കാതെ രാഹുകാലത്തിന് പുറപ്പെട്ടിട്ട് വരി.